ഡിയർ ഫ്രണ്ട്സ്, രാജക്കാടൻ രുചികൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ആയിട്ട് ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ അരക്കപ്പിൽ 2 പ്രാവശ്യമായിട്ടാണ് മൈദ എടുക്കുന്നത്. ഈ മൈദ എടുക്കുമ്പോൾ നമ്മളത് നിറച്ച് മെത്തിയെടുക്കരുത്, അത് കറക്റ്റ് വടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ജാതിക്കയുടെ കുരു ഉണ്ടല്ലോ, ജാതിക്ക പൊടിച്ചത് അല്പം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ പൊടിച്ചിട്ട് അതും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. 3 പ്രാവശ്യം അരിച്ചെടുക്കണം എന്നാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഇനി അര കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമുക്കിവിടെ അടി കട്ടിയുള്ള ഒരു പാത്രം ഗ്യാസ് അടുപ്പിൽ ചൂടാക്കാൻ വെക്കാം. ഞാൻ കൂടുതലും ഓവനിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഓവൻ ഉണ്ടാവുകയില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബിരിയാണി പോട്ട് പോലത്തെ പാത്രങ്ങളെടുത്താൽ നമുക്ക് നല്ല ചൂട് കിട്ടും കേട്ടോ. അതിന് ശേഷം 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയൊക്കെ എടുക്കുമ്പോൾ പാത്രത്തിന് ഒട്ടും നനവൊന്നും പാടില്ല കേട്ടോ, ജലാംശം ഒട്ടും പാടില്ല, അന്നേരം മുട്ടയൊന്നും പതഞ്ഞ് കിട്ടുകയില്ല. ഇപ്പം ഞാനിവിടെ മുട്ട പതിപ്പിക്കുന്നത് ബീറ്റർ ഉപയോഗിച്ചാണേ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലും പതിപ്പിച്ചെടുക്കാം. ശേഷം പൊടിച്ച പഞ്ചസാര നമുക്ക് ഫുള്ളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അലിയുന്ന വരെ ബീറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ബീറ്ററില്ലെന്ന് വിചാരിച്ച് ആരും കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കരുത്. അതിന് ശേഷം അല്പം വാനില എസൻസ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിടുന്നത് നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്തതാണേ. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാരണം കൊണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് ലൂസായിട്ട് വരും. ഞാൻ ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് ഇതെല്ലാം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുവാണേ. അതിന് ശേഷം അല്പം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബട്ടറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ച മൈദ കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ വശവും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ ഉണക്കമുന്തിരി, ചെറിപ്പഴവും, ടൂട്ടി ഫ്രൂട്ടി, അണ്ടിപ്പരിപ്പ് ഇവയെല്ലാം കൂടി ഞാൻ മുന്തിരി ജ്യൂസിൽ ഇട്ട് പുളിപ്പിച്ചതാണേ. ഇത് ഒരാഴ്ച ഇങ്ങനെ ഇട്ട് വെക്കും. എന്നിട്ട് എന്നിട്ട് കുറേ കേക്ക് ഉണ്ടാക്കുമ്പോൾ അല്പമായിട്ട് ഇട്ട് കൊടുക്കും. ഇതിൽ 1 സ്പൂൺ മൈദയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിയിലോട്ട് ഇത് പോവാണ്ടിരിക്കാൻ വേണ്ടി കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ പറ്റില്ല. ഇതെല്ലാം കൂടി മിക്സ് എടുക്കാം കേട്ടോ. അല്പം മൈദ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് കിടക്കും, ഇല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇത് കിടക്കുകയുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വയ്ക്കുന്ന പാത്രത്തിലോട്ട് ഇത് മാറ്റാം കേട്ടോ. ഈ പാത്രത്തിൻ്റെ അടിയിൽ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഈ പാത്രത്തിൽ നമ്മൾ ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം.